ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ ഒരിക്കൽ ഹജ്ജിനായിട്ട് ഹറമിലെത്തിയപ്പോൾ കുറേ ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്ന കണ്ടു. ഒരു സ്ഥലത്ത് ജനക്കൂട്ടം കണ്ട് ഞാനും അങ്ങോട്ട് ചെന്നു. എന്താണ് സംഭവം എന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ മരണവക്ത്രത്തിൽ കിടന്ന് പിടയുകയാണ്. അദ്ദേഹം എങ്ങനെയോ അറിയാതെ ഭക്ഷണത്തോടൊപ്പം ഒരു സൂചി ഉള്ളിൽ കടന്നുപോയി. എന്ത് ചെയ്യാൻ? പരിശുദ്ധ ഹറമിലാണ്, ആരോട് പറയാൻ? അന്നത്തെ കാലത്ത് ഓപ്പറേഷനോ സൗകര്യങ്ങളോ ഹോസ്പിറ്റലോ ഒന്നുമില്ല. എല്ലാവരും ദുആ ചെയ്തു അള്ളാഹുവിനോട്, പടച്ചവനെ, കഅബാലയത്തിൻ്റെ നാഥ, ഇവിടെ ഹജ്ജിന് വന്ന ഈ പാവ മനുഷ്യൻ എങ്ങനെയോ അയാളുടെ ഉള്ളിൽ സൂചി കുടുങ്ങിപ്പോയി ഭക്ഷണത്തോടൊപ്പം. പടച്ചവനെ, നീ ഷിഫ കൊടുക്കണേ, രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തു. പെട്ടെന്ന് ഞങ്ങളൊരു അശരീരി കേട്ടു. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഫഅതാഹു ആത്തിൻ, ഒരു അശരീരി ഉണ്ടായി. ഇയാളെ സംസം കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ, അദ്ദേഹത്തോട് സംസം കോരി ഒഴിച്ചു കൊടുക്കൂ, നല്ല നീയത്തോടെ നല്ല ചിന്തയോടെ സംസം കുടിക്കാൻ പറയൂ, അള്ളാഹു ഷിഫ തരുമെന്ന വിശ്വാസത്തിൽ കുടിക്കൂ, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യൂ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞങ്ങൾ അപ്രകാരം ചെയ്തു. ദുആയോടുകൂടി അദ്ദേഹത്തിൻ്റെ വായിലേക്ക് സംസം കോരി ഒഴിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണ ആശ്വാസം കിട്ടി. ആ സൂചി എതിലേ പോയി എന്ന് പിന്നെ കണ്ടിട്ടില്ല. അത് പുറത്തു പോയോ അതോ ശരീരത്തിൻ്റെ ഉള്ളിലേക്കോ കടന്നുപോയോ, പിന്നെ അതുകൊണ്ട് യാതൊരു വിഷമവും ആ മനുഷ്യനുണ്ടായിട്ടില്ല. അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല, രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.